നമസ്കാരം. ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളടങ്ങിയ വൃശ്ചികക്കൂറുകാരുടെ 2024 ജൂൺ മാസത്തെ ഫലങ്ങൾ പരിശോധിക്കാം. ധനലാഭം, വസ്ത്രലാഭം, സ്ത്രീ സുഖം, മനസുഖം, ഭൂമിലാഭം തുടങ്ങിയ ഗുണാനുഭവങ്ങളും ഉദരരോഗം, നേത്രരോഗം, ഭാര്യാകലഹം, യാത്രാക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങളും ഉണ്ടാകാം. കൂടുതൽ യാത്ര ചെയ്യാൻ ഈ നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. ഇനി മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളടങ്ങിയ ധനുക്കൂറുകാരുടെ 2024 ജൂൺ മാസത്തെ ഫലങ്ങൾ പരിശോധിക്കാം. സ്ഥാനപ്രാപ്തി, കാര്യജയം, സൗഭാഗ്യം, ശത്രുനാശം തുടങ്ങിയ ഗുണാനുഭവങ്ങളും ചില കാര്യങ്ങൾ സാധിക്കുന്നതിൽ തടസ്സങ്ങളും ഉണ്ടാകും. സ്ത്രീകൾ കാരണം ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക. കാര്യജയം, ദ്രവ്യലാഭം, സന്താന സൗഖ്യം, ഗൃഹോപകരണ ലാഭം തുടങ്ങിയ ഗുണാനുഭവങ്ങളും ഉണ്ടാകും. കൂടുതൽ യാത്ര ചെയ്യേണ്ടതായും വരും. ഇനി ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി എന്നീ നക്ഷത്രങ്ങളടങ്ങിയ മകരക്കൂറുകാരുടെ ജൂൺ മാസഫലം പരിശോധിക്കാം. സ്ഥാനപ്രാപ്തി, സൗഭാഗ്യം, സന്തുഷ്ടി, അർത്ഥലാഭം, ബന്ധുജന സൗഖ്യം തുടങ്ങിയ ഗുണാനുഭവങ്ങളും ഉദ്ദേശിച്ച കാര്യങ്ങളിൽ ചിലവ് സാധിക്കുവാനും ഇടവരാം. സന്താനങ്ങളുടെ കാര്യങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഉണ്ടാവുക. കഠിന അധ്വാനത്തിലൂടെ നേട്ടങ്ങളും ശത്രുനാശവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇനി അവിട്ടം പകുതി, ചതയം, പുനരുരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളടങ്ങിയ കുംഭക്കൂറുകാരുടെ 2024 ജൂൺ മാസഫലം പരിശോധിക്കാം. ധനലാഭം, ബന്ധുസുഖം, പ്രതാപം, അധികാരം, സന്താന സൗഖ്യം, സന്തുഷ്ടി, അർത്ഥലാഭം, ശത്രുനാശം, കർമ്മരംഗത്ത് ഉയർച്ച തുടങ്ങിയ ഗുണാനുഭവങ്ങൾ, ചില കാര്യങ്ങൾ സാധിക്കുന്നതിൽ ചെറിയ കാലതാമസം തുടങ്ങിയ ദോഷാനുഭവങ്ങളും ഉണ്ടാകും. ഇനി പുനരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളടങ്ങിയ മീനക്കൂറുകാരുടെ 2024 ജൂൺ മാസഫലം പരിശോധിക്കാം. ഐശ്വര്യം, ധനലാഭം, ബന്ധുസുഖം, സ്ഥാനലബ്ധി, ശത്രുനാശം, അർത്ഥലാഭം, സുഖാനുഭവം, സന്താന സൗഖ്യം, സന്തുഷ്ടി തുടങ്ങിയ ഗുണാനുഭവങ്ങളും ശത്രുഭയം, രാജഭയം, അർത്ഥനാശം, അഗ്നിഭയം തുടങ്ങിയ ദോഷാനുഭവങ്ങളും ഉണ്ടാകാം. പണമോ വിലപിടിപ്പുള്ള മറ്റെന്തെങ്കിലും വസ്തുക്കളോ കളവു പോവുകയോ നഷ്ടപ്പെടുവാനോ ഇടയുള്ളതിനാൽ സൂക്ഷിക്കണം. എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.